Very good morning to one and all and warm welcome to our 50th online class. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 3 സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 51, സെക്ഷൻ 52 ആൻഡ് സെക്ഷൻ 54. സെക്ഷൻ 51ഉം 52ഉം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതായത് സെക്ഷൻ 51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. സെക്ഷൻ 52 എന്ന് പറഞ്ഞാൽ ഇ കോമേഴ്സ് ഓപ്പറേറ്റർ TCS എന്ന് പറയും, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. സെക്ഷൻ 54 എന്ന് പറയുന്നത് റീഫണ്ട് ഓഫ് ടാക്സ്. ഇത് മൂന്നുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സെക്ഷൻ 51 എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതായത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് TDS ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. The following persons are required to deduct a tax at source where the total value of supply under a contract exceeds 2,50,000. ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുകയും ആ കോൺട്രാക്റ്റ് എമൗണ്ട് 2,50,000 കൂടുതലാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ടാക്സ് ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ആരൊക്കെയാണ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഓർ ഗവൺമെൻറ് ഏജൻസീസ് or such persons or category of persons as may be notified by the government on the recommendation of the council. അപ്പോൾ TDS ഡിഡക്റ്റ് ചെയ്യേണ്ട പേഴ്സൺസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ എനി എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിലും അവരെന്ത് ചെയ്തിരിക്കണം? TDS ഡിഡക്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റിയോ ഒരു ഗവൺമെൻറ് ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് GST കൗൺസിൽ പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ അവരും ആ കോൺട്രാക്റ്റ് 2,50,000 മേലെയുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? TDS ഡിഡക്റ്റ് ചെയ്തിരിക്കണം. അതാണ് സെക്ഷൻ 51 പറയുന്നത്. In addition to the above, the government has notified the following persons who are liable to deduct a tax at source. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ നേരത്തെ ഒരു കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2,50,000 മേലെ കോൺട്രാക്റ്റിൽ ഉണ്ടെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺസ് എന്ന് പറയുന്നത് ഒരു നോട്ടിഫൈഡ് ആയിട്ടുള്ള GST കൗൺസിലിൻ്റെ നോട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്തിരിക്കണം? TDS സെക്ഷൻ 51 പ്രകാരം ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ഇതിന് പുറമേയാണ് ഗവൺമെൻറ് ചില പേഴ്സൺസിനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും, അവരും TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ലയബിളായിരിക്കും. അവരാരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. An authority or a board or any other body established by an act of parliament or state legislature or established by any government with a 51% or more participation by way of equity or control to carry out any function. ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു ബോർഡ് എന്ന് പറയുന്നത് ബോഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടത് ഒരു ആക്ട് പ്രകാരമാണെങ്കിൽ ആ ആക്ട് എന്ന് പറയുന്നത് പാർലമെൻറ്റ് ആക്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പ്രകാരമുള്ള ഒരു അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരു ബോർഡാണെങ്കിൽ, അതുമല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റോ, അതും അല്ലെങ്കിൽ 51% അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഇക്വിറ്റി കൺട്രോൾ, ഇക്വിറ്റി ഷെയർ കൺട്രോളിങ് ഓഫ് ദ അതോറിറ്റി ഉണ്ടെങ്കിൽ അവരെയും നോട്ടിഫൈഡ് പേഴ്സൺസ് ആയിട്ട് ഇവിടെ GST ആക്ടിൽ പറയുന്നുണ്ട്. Society established by the central government or the state government or a local authority under the Societies Registration Act. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു സൊസൈറ്റി, അത് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കാം അല്ലെങ്കിൽ എനി ലോക്കൽ അതോറിറ്റി ആണെങ്കിലും അവരെന്ത് ചെയ്തിരിക്കണം? TDS ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ഇനി തേർഡ് വൺ പറയുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണെങ്കിൽ അവരും ഒരു GST ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആണ് എന്നുണ്ടെങ്കിൽ അവരും TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ലയബിളാണ്. അപ്പോൾ ഇവിടെ TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ലയബിൾ ആകുന്ന പേഴ്സൺസ് നേരത്തെ പറഞ്ഞതിനേക്കാൾ പുറമേ ആരൊക്കെയാണ് വരുന്നത്? ഒരു ബോഡി അല്ലെങ്കിൽ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഒരു പാർലമെൻറ്റ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ പ്രകാരമോ ആണ്, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വിറ്റി അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നത് 51% കൂടുതലുണ്ടെങ്കിൽ ആ പേഴ്സൺസ് എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ലയബിളായിരിക്കും. സെക്കൻഡ് കാറ്റഗറി പറയുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി, അത് സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റി ആണെങ്കിലും അവർ TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ലയബിളാണ്.
തേർഡ് സെക്ഷൻ പറയുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അവരും എന്ത് ചെയ്തിരിക്കണം, TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ലയബിളാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് റേറ്റ് ഓഫ് TDS എന്ന് പറയുന്നത്? നമ്മൾ മുമ്പ് ഇൻകം ടാക്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ TDS ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ GST ആക്ട് പ്രകാരം റേറ്റ് ഓഫ് TDS, അതായത് ആരൊക്കെയാണ് സെക്ഷൻ 51 പ്രകാരം TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര ശതമാനം വീതമാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 1% CGSTയും 1% SGST ആണ് റേറ്റ് ഓഫ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ എത്ര പെർസെൻറ്റേജായി? 2%. അതായത് റേറ്റ് ഓഫ് TDS എന്ന് പറയുന്നത് 2% ആണെങ്കിൽ അതിൻ്റെ 50% ആർക്കുള്ളതാണ്? CGSTക്കും. ബാക്കിയുള്ള 50% ആർക്കുള്ളതാണ്? SGSTക്കും. ക്ലിയർ? 2%, that is 1% under CGST and 1% under SGST of the payment made or credited to the supplier of the taxable supplies. അപ്പോൾ ഇവിടെ 2% ആണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് ഓഫ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ടു ദ സപ്ലയർ. എത്ര രൂപയാണോ സപ്ലയർക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ 2% നമ്മൾ TDS ആയിട്ട് എല്ലാ ടാക്സബിൾ സപ്ലൈസിനും ഡിഡക്റ്റ് ചെയ്യേണ്ടത്. For this purpose, taxable supplies exclude the central tax, state tax, union territory tax, integrated tax and cess. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പേയ്മെൻറ്റ് എന്ന് പറയുന്ന എമൗണ്ട്, അതായത് ടാക്സബിൾ സപ്ലൈയുടെ വാല്യൂ എന്ന് പറയുന്നതിൽ എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം? സെൻട്രൽ ടാക്സോ, സ്റ്റേറ്റ് ടാക്സോ, യൂണിയൻ ടെറിട്ടറി ടാക്സോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, സെസ്, ഇത്രയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത്രയും എമൗണ്ട് ടാക്സബിൾ സപ്ലൈസിൽ നിന്ന് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടുമേ മാത്രമേ TDS 2% ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ റേറ്റ് ഓഫ് TDS എന്ന് പറയുന്നത് 2% ഉണ്ടെങ്കിലും അതിൽ 1% CGSTയും 1% SGST ആണ്. എത്ര രൂപയാണോ ടാക്സബിൾ സപ്ലൈസ് ആയിട്ട് വരുന്നത് ആ എമൗണ്ട്, അതായത് എത്ര രൂപയാണോ പേയ്മെൻറ്റ് അല്ലെങ്കിൽ എത്രയാണോ ക്രെഡിറ്റ് ചെയ്യുന്നത്, ഒരു സപ്ലയർക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയുന്നത്. ആ ടാക്സബിൾ സപ്ലൈസിന്മേ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സ്, സെസ്, ഇത്രയും എക്സ്ക്ലൂഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് ടാക്സബിൾ സപ്ലൈസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. However, no TDS shall be deducted if the location of supplier and place of supply are in the same state and location of the receiver is in another state. ഇവിടെ TDS ഡിഡക്റ്റ് ചെയ്യുന്നതിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത്? ഇഫ് ദ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ആൻഡ് പ്ലേസ് ഓഫ് സപ്ലൈ ആർ ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഒരേ സ്റ്റേറ്റിൽ തന്നെയാണ് സപ്ലയറുടെ ലൊക്കേഷനും അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഒരേ സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല? TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി റിസീവർ ഈസ് ഇൻ അനദർ സ്റ്റേറ്റ്. ലൊക്കേഷൻ, റിസീവറുടെ ലൊക്കേഷൻ വേറൊരു സ്റ്റേറ്റിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ TDSന് എക്സംഷൻ കിട്ടുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. TDS ഡിഡക്റ്റ് ചെയ്യേണ്ടാത്ത കേസുകൾ ഏതൊക്കെയാണ്? സപ്ലയർ ഒരു ലൊക്കേഷൻ ആവുകയും അതേ സ്റ്റേറ്റിൽ തന്നെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളതും അതേസമയം റിസീവറുടെ ലൊക്കേഷൻ വേറെ സ്റ്റേറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? TDS ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ TDS എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രജിസ്ട്രേഷൻ ഓഫ് ഡിഡക്റ്റർ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. എങ്ങനെയാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ട ഒരാൾ രജിസ്ട്രേഷൻ നടത്തേണ്ടത്? Every person liable to deduct a tax at source, whether or not separately registered under the GST Act, is required to obtain registration within 30 days of becoming liable to register on the basis of permanent account number or a tax deduction and collection account number, that is TAN. രജിസ്ട്രേഷൻ നടത്തേണ്ടത് TDS ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ ലൈബിൾ ആകുന്നതിന് 30 ദിവസത്തിനുള്ളിൽ 30 days ഓഫ് ബിക്കമിങ് ലൈബിൾ ടു രജിസ്റ്റർ എന്നാണോ അദ്ദേഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് ലൈബിൾ ആകുന്നത് അതിന് 30 ദിവസത്തിനുള്ളിൽ അവരെന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ഏത് പ്രകാരമാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുക്കണം. അതിൽ എന്താണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്? പെർമനൻ്റ് അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പറിൻ്റെ ബേസിസിലാണ്
GST ആക്ട് പ്രകാരം TDS കളക്ട് ചെയ്യുന്ന പേഴ്സൺ അദ്ദേഹം എന്നാണോ ലൈബിൾ ആകുന്നത് ആ ദിവസം എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിരിക്കണം. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് വിത്തിൻ 30 days ഓഫ് ബിക്കമിങ് ലൈബിൾ ടു രജിസ്റ്റർ. ഒരു പേഴ്സൺ എന്നാണോ TDS ഡിഡക്റ്റ് ചെയ്യേണ്ടതിന് ലൈബിലിറ്റി വരുന്നത് അതിന് 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ക്ലിയർ? ഡെപ്പോസിറ്റ് ഓഫ് TDS വിത്ത് ദ ഗവൺമെൻറ്. ഇനി TDS ഡിഡക്റ്റ് ചെയ്തത് എങ്ങനെയാണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്? ദി എമൗണ്ട് ഓഫ് TDS ഷാൽ ബി പെയ്ഡ് ടു ദ ഗവൺമെൻറ് വിത്തിൻ 10 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ, ദാറ്റ് ഈസ് സെക്ഷൻ 51 സബ്സെക്ഷൻ 2. TDS കളക്ട് ചെയ്തിട്ട് 10 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് എത്രയാണോ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് പേ ചെയ്യേണ്ടത്. പക്ഷെ അത് നമുക്ക് എങ്ങനെ കൊടുത്താൽ മതി? മന്ത്ലി ആയിട്ട് കൊടുത്താൽ മതി. 10 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ഡിഡക്ഷൻ ഈസ് മെയ്ഡ്. ഏത് മാസമാണോ ഡിഡക്ഷൻ നടത്തിയിട്ടുള്ളത്, അതായത് ജൂലൈയിലാണ് ഡിഡക്ഷൻ നടത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 10 മുമ്പ് എന്ത് ചെയ്താൽ മതി? ഈ TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. ഇതിനുള്ള പ്രിസ്ക്രൈബ്ഡ് മാനർ എന്ന് പറയുന്നത് ഏത് സെക്ഷനിൽ പറയുന്നതാണ്? സെക്ഷൻ 51 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിലാണ് എന്ത് ചെയ്യേണ്ടത്? TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അടുത്ത മാസം 10 ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. The deductor would be liable to pay interest if the TDS is not deposited within the prescribed ടൈം ലിമിറ്റ്. ഈ പറഞ്ഞ നെക്സ്റ്റ് മന്തിൽ 10 TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടില്ലെങ്കിൽ ആ ടാക്സ് പെയർ എന്തും കൂടി അടയ്ക്കേണ്ടതായിട്ട് വരും? ഇൻട്രസ്റ്റും കൂടിയും അടയ്ക്കേണ്ടതായിട്ട് വരും. എത്ര രൂപ ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് ആ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റും കൂടിയും അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഡെപ്പോസിറ്റ് ഓഫ് TDS കറക്റ്റായിട്ട് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായില്ലേ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. സർട്ടിഫിക്കറ്റ് ഫോർ ഡിഡക്ഷൻ ഓഫ് ടാക്സ്. നമ്മൾ നേരത്തെ ഡിഡക്ഷൻ ഓഫ് ടാക്സിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്നാണോ ആ പേഴ്സൺ ലൈബിൾ ആകുന്നത് അതിന് 30 ദിവസത്തിനുള്ളിൽ പാനോ അല്ലെങ്കിൽ ടാനോ ബേസ് വെച്ചുകൊണ്ട് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു ഇല്ലേ? ഇവിടെ പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നതാണ്. The deductor is required to furnish a certificate to the deductee stating the contract value, rate of deduction, the amount deducted, amount paid to the government, etc. within 5 days of crediting the amount to the government. ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടൈം പീരീഡ് എന്ന് പറയുന്നത് ആ മാസത്തെ പേയ്മെൻറ്റ് നടത്തിയിട്ട് 10 ദിവസത്തിനുള്ളിലാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ആ ഗവൺമെൻറ്റിലേക്ക് എന്നാണോ ടാക്സ് കളക്ട് ചെയ്തത് നമ്മൾ പേ ചെയ്തിട്ടുള്ളത് അതിന് 5 ദിവസത്തിനുള്ളിൽ ഡിഡക്റ്റിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് ആവശ്യമുള്ളത്? എത്രയാണ് കോൺട്രാക്റ്റ് വാല്യൂ, റേറ്റ് ഓഫ് ഡിഡക്ഷൻ എത്രയാണ്, എമൗണ്ട് ഡിഡക്റ്റഡ് എത്രയാണ്, എമൗണ്ട് പെയ്ഡ് ടു ദ ഗവൺമെൻറ് എത്രയാണ്, ഇത്രയും കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആർക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്? ഡിഡക്റ്റിക്ക്, ഡിഡക്ടർ ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഫോർ ഡിഡക്ഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഡിഡക്ടറാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ആർക്കാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഡിഡക്റ്റിക്കാണ് ഇഷ്യൂ ചെയ്യേണ്ടത്. എന്തൊക്കെ കണ്ടൻസ് ആണ് ആ സർട്ടിഫിക്കറ്റ് ഓഫ് TDSൽ വേണ്ടത്? കോൺട്രാക്റ്റ് വാല്യൂ വേണം, അതോടൊപ്പം തന്നെ റേറ്റ് ഓഫ് ഡിഡക്ഷൻ, എമൗണ്ട് ഡിഡക്റ്റഡ്, എമൗണ്ട് പെയ്ഡ് ടു ദ ഗവൺമെൻറ്, ഇത്രയും ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളത് എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം? ഗവൺമെൻറ്റിലേക്ക് എന്നാണോ ഈ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഡിഡക്ടർ കൊടുത്തിട്ടുള്ളത്, ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുള്ളത്, അതിന് 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ആ സർട്ടിഫിക്കറ്റ് ഓഫ് TDS എന്ന് പറയുന്നത് ഡിഡക്റ്റിക്ക് കൊടുത്തിരിക്കണം. If any deductor fails to furnish to the deductee the certificate within 5 days of crediting the amount to the government, the deductor shall pay a sum of ₹100 per day as late fee from the day after the expiry of 5 days period until the failure is rectified, subject to a maximum amount of 5,000. ഇവിടെയും പെനാൽറ്റി എത്ര രൂപയാണ് പറയുന്നത്? ഒരു ദിവസത്തേക്ക് 100 രൂപ. മാക്സിമം എമൗണ്ട് എത്ര രൂപ വരെ വരാം? 5,000. മുമ്പ് ലേറ്റ് ഫീയുടെ കേസിൽ നമ്മൾ ഇത്രയും തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ചെറിയ ഡിഡക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ 25 രൂപയോ അല്ലെങ്കിൽ 10 രൂപയായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ലേറ്റ് ഫീ പറയുന്നത് 5 ദിവസത്തിനുള്ളിൽ ഡിഡക്റ്റിക്ക് ഡിഡക്ടർ സർട്ടിഫിക്കറ്റ് ഓഫ് TDS എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ലാത്ത പക്ഷം ഡിഡക്ടർ എത്ര രൂപ ലേറ്റ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും? ഒരു ദിവസത്തിന് 100 രൂപ വെച്ചിട്ട് എന്നാണോ ആ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യുന്നത് ആ ദിവസം വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. മാക്സിമം എമൗണ്ട് എത്ര രൂപ വരെ വരാം? 5,000 രൂപയാണ് മാക്സിമം എമൗണ്ട്.
The deductee shall claim credit to the tax deducted in his electronic cash ledger and included in the return of the deductor furnished under section 39 subsection 3. ഇനി ഡിഡക്റ്റിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ടി ഡി എസ് വെച്ചുകൊണ്ടാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഏതിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക? ഇ സി എൽ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇ സി എൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ടി ഡി എസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ റിട്ടേൺ ഓഫ് ദ ഡിഡക്ടർ, ഡിഡക്ടറുടെ റിട്ടേണിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും സെക്ഷൻ 39 സബ്സെക്ഷൻ 3 പ്രകാരം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിഡക്റ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിഡക്റ്റിക്ക് ഇ സി എല്ലിൽ ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിഡക്ടർക്ക് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ സെക്ഷൻ 39 സബ്സെക്ഷൻ 3 പ്രകാരമുള്ള റിട്ടേൺ ഉണ്ടെങ്കിൽ ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിഡക്ടർക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാണോ ഗവൺമെൻറ്റിലേക്ക് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് കൊടുക്കുന്നത് വിത്തിൻ 5 ഡേയ്സിനാണ് ഡിഡക്റ്റിക്ക് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഈ സർട്ടിഫിക്കറ്റിൽ കോൺട്രാക്ട് വാല്യൂ, റേറ്റ് ഓഫ് ഡിഡക്ഷൻ, ഡിഡക്റ്റഡ് എമൗണ്ട് പെയ്ഡ് ടു ദ ഗവൺമെൻറ്, ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കണം. അത് ഡിഡക്റ്റി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇ സി എല്ലിൽ ക്രെഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഡക്ടർക്ക് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് സെക്ഷൻ 39 സബ്സെക്ഷൻ 3 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇതും കൂടിയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. 5 ദിവസത്തിനുള്ളിൽ ഡിഡക്റ്റിക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ ഡേറ്റ് വരെ ഒരു ദിവസത്തിന് 100 രൂപ വെച്ചിട്ട് ലേറ്റ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരും. അത് മാക്സിമം എമൗണ്ട് എത്ര രൂപ വരെയാണ് വരുന്നത്? 5000 രൂപ വരെയാണ് ഈ ലേറ്റ് ഫീ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ സെക്ഷൻ 51 എന്ന് പറയുന്നതിൻ്റെ ഡിസ്കഷൻ ഓവർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്ഷൻ 52 ആണ്. സെക്ഷൻ 52 TCS ആണ്, ദാറ്റ് ഈസ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ എക്സെട്ര ഗെറ്റ് ദ പ്രൊഡക്ട്സ് സപ്ലൈഡ് ബൈ ദം ഫ്രം അതർ സപ്ലയേഴ്സ്. അപ്പോൾ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റേഴ്സിനാണ് ഈ സെക്ഷൻ 52 പ്രകാരം TCS എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതലായിട്ട് കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയിൽ പീക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ ആമസോൺ ഇൻഡസ്ട്രീസും. അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതലായിട്ട് കമേഴ്ഷ്യലായിട്ട് ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻസ് ഈ COVID-19 കാലഘട്ടത്തിൽ. അപ്പോൾ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ് ഈ സെക്ഷൻ 52 TCS എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഗെറ്റ് ദ പ്രൊഡക്റ്റ് സപ്ലൈഡ് ബൈ ദം ഫ്രം അതർ സപ്ലയേഴ്സ്. അപ്പം മറ്റുള്ള സപ്ലയേഴ്സിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ECO പ്രകാരമാണ് ഈ ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ ആമസോൺസും ട്രേഡ് നടത്തുന്നത്. ഹെൻസ് വിത്ത് ഇഫക്റ്റ് ഫ്രം 1/10/2018 എവറി ECO നോട്ട് ബീയിങ് എൻ ഏജൻറ്റ് ഷാൽ കളക്ട് എൻ എമൗണ്ട് കാൽക്കുലേറ്റഡ് അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിങ് 2%, ദാറ്റ് ഈസ് 1% CGST and 1% SGST of the net value of the taxable supplies made through it by other suppliers, where the consideration with respect to such supplies is to be collected by the ECO, that is electronic commerce operator. അപ്പോൾ ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ വേറെ മറ്റുള്ള സപ്ലയേഴ്സിന് വേണ്ടിയിട്ട് ട്രേഡ് നടത്തുമ്പോൾ എത്ര രൂപയാണോ കൺസിഡറേഷനായിട്ട് ലഭിക്കുന്നത് ആ എമൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് 2% ആണ് എന്ത് കളക്ട് ചെയ്യേണ്ടത്? ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. അതിൽ 1% CGSTക്കും 1% SGSTക്കാണ്. അപ്പോൾ നെറ്റ് വാല്യൂ ഓഫ് ദി ടാക്സബിൾ സപ്ലൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് കളക്ട് ചെയ്യേണ്ടത്? ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. എത്ര ശതമാനമാണ് കളക്ട് ചെയ്യേണ്ടത്? 2% വിത്ത് എഫക്റ്റ് ഫ്രം 1/10/2018 തുടങ്ങിയിട്ട് ഒരു ഏജൻറ്റ് അല്ലാത്ത ECOs ചെയ്യേണ്ടത്. അപ്പോൾ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആണ്. ഏജൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന പ്രൊവിഷൻ അപ്ലിക്കബിൾ അല്ല. ഏജൻ്റ് അല്ലാത്ത ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ നെറ്റ് വാല്യൂ, നെറ്റ് ടാക്സബിൾ സപ്ലൈസ് എന്ന് പറയുന്നത് അതിൻ്റെ 2% എന്ത് ചെയ്യേണ്ടത്? TCS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. The central government, on the recommendation of the council, notified that every ECO not being an agent shall collect 0.5% of the net value of intra-state taxable supplies made through it by other suppliers, where the consideration with respect to such supplies is to be collected by the ECO.
ഇനി മറ്റുള്ള സപ്ലയേഴ്സിന് വേണ്ടി ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്ററാണ് കൺസിഡറേഷൻ കളക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഏജൻറ്റ് അല്ലാത്ത ഒരു ECOs ആണെങ്കിൽ, ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആണെങ്കിൽ, ഒരു GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോടുകൂടി ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ഏജൻ്റ് അല്ലാത്ത ECOs ആണെങ്കിൽ എത്ര രൂപയാണ് ഇവർ കളക്ട് ചെയ്യേണ്ടത്? 0.5% ഓഫ് ദ നെറ്റ് വാല്യൂ ഓഫ് ദി ഇൻട്രാസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. ഇൻട്രാസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈസ് ആണ് എന്നുണ്ടെങ്കിൽ എത്ര ശതമാനമാണ് ടാക്സ് കളക്ട് ചെയ്യേണ്ടത്? 0.5% ഓഫ് ദ നെറ്റ് വാല്യൂ. എത്രയാണ് നെറ്റ് വാല്യൂ ഇൻട്രാസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈസിൽ വന്നിട്ടുള്ളത്? അതിൻ്റെ 0.5% ആണ് എന്ത് കളക്ട് ചെയ്യേണ്ടത്? TCS ഒരു ECO ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് മറ്റുള്ള സപ്ലയർക്ക് വേണ്ടി കൺസിഡറേഷൻ കളക്ട് ചെയ്യുന്ന ഒരു ECO ആണെങ്കിൽ കളക്ട് ചെയ്യേണ്ടത്. Consequently, another 0.5% will be collected under SGST, UTGST and 1% will be collected under IGST. ഇനി ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ 0.5% നമ്മൾ നേരത്തെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിൽ ബി കളക്റ്റഡ് അണ്ടർ SGST or UTGST. ഒരു 0.5% കൂടിയും എവിടെ കളക്ട് ചെയ്യണം? SGST അല്ലെങ്കിൽ UTGSTയിൽ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ 1% ആർക്കുള്ളതാണ്? ഇൻട്രാസ്റ്റേറ്റ് ആണോ അത് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലാണ് പെടുന്നത്. അപ്പോൾ 1% എവിടെയായിരിക്കും? IGST ആയിരിക്കും. അപ്പോൾ ഒരു ECO ആണ് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് GST കൗൺസിൽ പ്രകാരം ഇൻട്രാസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈസിൻ്റെ വാല്യൂവിൻ്റെ 0.5% ആണ് TCS കളക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 0.5% SGST അല്ലെങ്കിൽ UTGSTയിൽ കളക്ട് ചെയ്യണം. 1% എന്തായിട്ടും കളക്ട് ചെയ്യണം? IGST ആയിട്ടും കളക്ട് ചെയ്യണം. The amount collected shall be paid to the government by the operator within 10 days after the end of the month in which such collection is made in the prescribed manner. നമ്മൾ സെക്ഷൻ 51 പറഞ്ഞ സെയിം റൂൾസ് തന്നെയാണ് സെക്ഷൻ 52 വരുന്നത്. ഒരു മാസം എത്ര രൂപ TCS കളക്ട് ചെയ്തിട്ടുണ്ട്, ആ മാസത്തിൻ്റെ അവസാനത്തിൽ നെക്സ്റ്റ് മന്ത് 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? എത്ര രൂപയാണോ എമൗണ്ട് കളക്ട് ചെയ്തത് അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കണം. ഞാൻ വീണ്ടും പറയാണ്, ജൂലൈ മാസത്തെ TCS ആണ് എന്നുണ്ടെങ്കിൽ അത് ഓഗസ്റ്റ് 10 മുമ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം? അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കണം. അത് തന്നെയാണ് നമ്മൾ സെക്ഷൻ 51 പറഞ്ഞിട്ടുള്ളത്. സെയിം റൂള് തന്നെയാണ് എവിടെയും അപ്ലിക്കബിൾ ആകുന്നത്, സെക്ഷൻ 52 അപ്ലിക്കബിൾ ആകുന്നത്. എവറി ECO who collect the amount shall furnish a statement electronically containing the details of the outward supplies of goods or service or both, the amount collected during the month in form GSTR 8 in the prescribed manner within 10 days after the end of such month. ഇനി ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൽ പൈസ അടയ്ക്കാൻ മാത്രം ചെയ്താൽ പോരാ. ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര എമൗണ്ട് ആ മാസം കളക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യണം. അതെങ്ങനെയാണ് ഫർണിഷ് ചെയ്യേണ്ടത്? ഇലക്ട്രോണിക്കലായിട്ട് ഫർണിഷ് ചെയ്യണം. അതിൽ ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുകയും അതുപോലെ തന്നെ ആ മാസം എത്ര രൂപ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് ആ സമ്മറിയും ഫോം GSTR 8 പ്രകാരം വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഫർണിഷ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു മാസം എൻഡ് ചെയ്ത് അവസാനത്തെ ആ ഡേറ്റ് തുടങ്ങി 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? എത്ര രൂപ കളക്ട് ചെയ്തിട്ടുണ്ടോ അത് ഗവൺമെൻറ്റിലേക്ക് അടച്ചിരിക്കണം. അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ ഇലക്ട്രോണിക്കലായിട്ട് എത്ര രൂപ വീതം കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഫർണിഷ് ചെയ്യണം. അതോടൊപ്പം തന്നെ എത്ര ഔട്ട്വേർഡ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് ആ മാസം സപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും എത്ര രൂപ വീതം കളക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഫോം GSTR 8 പ്രകാരം വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഫർണിഷ് ചെയ്തിരിക്കണം. ഒരു മാസം എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 10 ഡേയ്സിനുള്ളിലാണ് ഈ ഇൻഫോർമേഷൻസ് GSTAR 8 പ്രകാരം ഫർണിഷ് ചെയ്യേണ്ടത്. In addition to the monthly return, every operator who collects the amount shall furnish an annual statement in form GSTR 9B before 31st December following the end of such a financial year. ഇനി മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. എന്നാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? എന്നാണോ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ട് അടുത്ത 31st ഡിസംബറിനുള്ളിലാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അത് ഏത് ഫോം പ്രകാരമാണ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? GSTR 9B പ്രകാരമാണ് സെക്ഷൻ 52 പറയുന്ന ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. The supplier who has supplied the goods or service or both through ECO shall claim credit the amount collected through
ഫോം GSTR 2A. ഇനി ഈ ECO കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ക്ലെയിം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഫോം എന്ന് പറയുന്നത് GSTR 2A ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ സെക്ഷൻ 52ൻ്റെ സമ്മറി ഞാൻ പറയാം. ടാക്സ് കളക്റ്റഡ് സോഴ്സ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 52 വരുന്നത്. ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റർ എന്ന് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. 1/10/2018 മുതൽ ഒരു ഏജൻ്റ് അല്ലാത്ത ഒരു ഇലക്ട്രോണിക് കോമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നെറ്റ് ടാക്സബിൾ വാല്യൂ ഓഫ് ദി സപ്ലൈൻ്റെ എത്ര ശതമാനം ഡിഡക്റ്റ് ചെയ്യണം? 2% വെച്ച് കളക്ട് ചെയ്യണം. അതിൽ 1% CGSTയും 1% SGST ആണ്. ഇനി ഇതിൽ ഒരു സ്പെഷ്യൽ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അത് CGST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണെങ്കിൽ ECOനെ എത്ര കളക്ട് ചെയ്താൽ മതി? 0.5% ഓഫ് ദി നെറ്റ് വാല്യൂ ഓഫ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻട്രാസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ 0.5% വെച്ചിട്ട് കളക്ട് ചെയ്താൽ മതി. അതിന് പുറമെ SGST അല്ലെങ്കിൽ UTGST എന്ന് പറയുന്നത് 0.5%ഉം ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് 1%ഉം കളക്ട് ചെയ്തിരിക്കണം. ഈ കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആ മാസത്തെ അവസാനിച്ച് 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഗവൺമെൻറ്റിലേക്ക് എമൗണ്ട് അടയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക്കലായിട്ട് GSTR 8 പ്രകാരം ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യണം. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്? എത്ര എമൗണ്ട് ആണ് കളക്ട് ചെയ്തിട്ടുള്ളത്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നതും എത്ര രൂപ വീതം കളക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് GSTR 8 പറയേണ്ടത്. ഇനി ഈ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്തതിന് പുറമെ ആ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ട് 31 ഡിസംബറിന് മുമ്പായിട്ട് എന്തും കൂടി ഫയൽ ചെയ്യേണ്ടതുണ്ട്? ഒരു ആനുവൽ റിട്ടേണും കൂടിയും ഫയൽ ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആയില്ലേ? ഇതോടൊപ്പം തന്നെ ECO അപ്ലൈ ചെയ്യുന്ന ഒരു അതോറിറ്റി ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ഓപ്പറേറ്റർക്ക് ഈ TCS കളക്ട് ചെയ്തിട്ടുള്ളത് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫോം GSTR 2A ആണ്. ക്ലിയർ? Next one, refund of tax, section 54. Refund includes refund of tax paid on zero rated supplies of goods or service or both, or on inputs or input service used in making such zero rated supply, or refund of tax on the supply of goods regarded as deemed exports, or refund of unutilized input tax credit. ഏതൊക്കെ ഐറ്റംസിലാണ് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് സെക്ഷൻ 54 എന്ന് പറയുന്ന റീഫണ്ട് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ആകുന്നത്? അതായത് റീഫണ്ട് എന്ന് പറയുന്നത് എന്തിലൊക്കെയാണ് ഇൻക്ലൂഡഡ് ആകുന്നത്? സീറോ റേറ്റഡ് സപ്ലൈ. എന്താണ് സീറോ റേറ്റഡ് സപ്ലൈ എന്നുള്ളത് നമ്മൾ ഡെഫിനിഷൻ പഠിച്ച സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സീറോ റേറ്റഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ നമുക്ക് റീഫണ്ട് ഓഫ് ടാക്സിന് അപ്ലിക്കബിൾ ആകുന്നതുണ്ട്. അതോടൊപ്പം തന്നെ ഇൻപുട്ട് എന്ന് പറയുന്നതും ഇൻപുട്ട് സർവീസ് ആണെങ്കിലും, അതായത് ഒരു സീറോ റേറ്റഡ് സപ്ലൈ അല്ലെങ്കിൽ റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെങ്കിലും അത് ഡീംഡ് എക്സ്പോർട്ട് ആണെങ്കിൽ, റീഫണ്ട് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്? സെക്ഷൻ 54 പ്രകാരം റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. റീഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആകുന്നത്? ഞാൻ ഒരു പ്രാവശ്യം കൂടിയും പറയാം. സീറോ റേറ്റഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ റീഫണ്ടിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇൻപുട്ട് ആയിക്കോട്ടെ, ഇൻപുട്ട് സർവീസ് എന്ന് പറയുന്നത് സീറോ റേറ്റഡ് സപ്ലൈ ഓഫ് റീഫണ്ട് ഓഫ് ടാക്സ് ആണെങ്കിൽ നമുക്ക് അപ്ലിക്കബിൾ ആകും. റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഗുഡ്സ് റിലേറ്റഡ് ടു ദ ഡീംഡ് എക്സ്പോർട്ട് ആവുകയോ അല്ലെങ്കിൽ ഒരു അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണെങ്കിലും നമുക്ക് സെക്ഷൻ 54 പ്രകാരം റീഫണ്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. The following are the important provisions regarding refund. ഇനി സെക്ഷൻ 54 പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Any person claiming refund of any tax, interest, if any, may make an application before the expiry of 2 years from relevant date in the prescribed manner. ഒരു പ്രിസ്ക്രൈബ്ഡ് മാനർ, GST ആക്ട് പ്രകാരം എന്താണോ പ്രിസ്ക്രൈബ്ഡ് മാനറായിട്ട് പറയുന്നത് അതുപോലെയാണ് ടാക്സബിൾ പേഴ്സൺ ക്ലെയിം ചെയ്യേണ്ടത്. അത് ടാക്സിനായിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? റീഫണ്ട് ഓഫ് ടാക്സിന് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ എന്നാണ് കൊടുക്കേണ്ടത്? 2 വർഷത്തിന് മുമ്പായിട്ട് കൊടുക്കണം. ബിഫോർ ദ എക്സ്പയറി ഓഫ് 2 years ഫ്രം ദ റെലവൻറ്റ് ഡേറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. GST ആക്ട് പ്രകാരം എന്നാണോ അതിൻ്റെ ഡേറ്റ് പറയുന്നത് അതിന് 2 വർഷത്തിനുള്ളിൽ എന്ത് അപ്ലൈ ചെയ്തിരിക്കണം? റീഫണ്ടിന് അപ്ലൈ ചെയ്തിരിക്കണം. A specialized agency of United Nations or consulate or embassy
embassy of foreign countries entitled to refund on inward supplies of goods or service or both may make an application before the expiry of 6 months from the last day of the quarter in which such a supply was received. ഇനി അങ്ങനെ ഒരു സപ്ലൈ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് അത് വെരിഫിക്കേഷൻ നടത്തുകയും നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യുന്നത്? ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി, അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു കോൺസുലേറ്റോ അല്ലെങ്കിൽ ഒരു എംബസി ഓഫ് ഫോറിൻ കൺട്രീസാണ് ഈ റീഫണ്ട് ഓഫ് ഇൻവേർഡ് സപ്ലൈസിനെ കുറിച്ചിട്ട്, സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബിഫോർ ദ എക്സ്പയറി ഓഫ് 6 months, 6 മാസത്തിനുള്ളിൽ ഫ്രം ദ ലാസ്റ്റ് ഡേ ഓഫ് ദ ക്വാർട്ടർ ഇൻ വിച്ച് സച്ച് സപ്ലൈ വാസ് റിസീവ്ഡ്, ആ സപ്ലൈ ലഭിച്ചിട്ട് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ റീഫണ്ട് ഓഫ് ടാക്സ് ചെയ്യാനായിട്ട് സാധിക്കും. A registered person may claim refund of any unutilized input tax credit at the end of the tax period. ഒരു ടാക്സ് പീരീഡ് എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അൺയൂട്ടിലൈസ്ഡ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് സാധിക്കും. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ ഏതാണ്? അതായത് ഒരു പേഴ്സൺ റീഫണ്ട് ഓഫ് ടാക്സ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ റീഫണ്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തിരിക്കണം 2 വർഷത്തിനുള്ളിൽ, അതായത് റെലവൻറ്റ് ഡേറ്റ് എന്നാണോ അതൊരു പ്രിസ്ക്രൈബ്ഡ് മാനറിൽ തന്നെ 2 വർഷത്തിനുള്ളിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആണ് എന്നുണ്ടെങ്കിൽ ആ സ്പെഷ്യലൈസ്ഡ് ഏജൻസി യുണൈറ്റഡ് നേഷൻസോ അല്ലെങ്കിൽ ഒരു കോൺസുലേറ്റോ അല്ലെങ്കിൽ ഒരു എംബസി ഓഫ് ഫോറിൻ കൺട്രീസ് ആണ് എന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓഫ് ഇൻവേർഡ് സപ്ലൈസ് ഉണ്ടെങ്കിൽ എത്ര നാളത്തേക്കുള്ളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്? എക്സ്പയറി ഓഫ് ദി 6 months, 6 മാസത്തിന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ അത് ക്വാർട്ടർ എൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മന്ത് എൻഡ് ആയിക്കോട്ടെ അതിന് മുമ്പായിട്ട് തന്നെ അവർ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. അൺയൂട്ടിലൈസ്ഡ് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആ ടാക്സ് പീരീഡിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലാസ്റ്റ് സിറ്റുവേഷൻ പറയുന്നത് ദ അപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് ഷാൽ ബി അക്കമ്പനീഡ് ബൈ സച്ച് ഡോക്യുമെൻ്ററി എവിഡൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് എ റീഫണ്ട് ഈസ് ഡ്യൂ ടു ദ അപ്ലിക്കൻറ്റ് ആൻഡ് if the amount of refund is rupees 2 lakh or more. ഇനി അപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ accompanied by such documentary evidence as may be prescribed to establish. ഒരു റീഫണ്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്യുമെൻ്ററി എവിഡൻസും കൂടിയും അതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ദ അപ്ലിക്കൻറ്റ് ഇഫ് ദ എമൗണ്ട് ഓഫ് റീഫണ്ട് ഈസ് 2 lakh or more, 2 ലക്ഷത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു റീഫണ്ട് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ എന്ത് വെച്ചിരിക്കണം? സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എവിഡൻസ് ആയിട്ട് വെച്ചിരിക്കണം. If the amount of refund is less than rupee 2 lakh, he may file a declaration based on the documentary or other evidence available with him. ഇനി 2 ലക്ഷത്തിൽ താഴെയുള്ള ക്ലെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? He may file a declaration, ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്താൽ മതി. എന്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിക്ലറേഷൻ ആണ് വേണ്ടത്? അതായത് ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ എവിഡൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ടാക്സബിൾ പേഴ്സൺ റീഫണ്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മതി. If the proper officer is satisfied that all or part of the amount claimed is refundable, he may make an order accordingly and the amount so determined shall be credited to the fund. ഇനി ഈ പ്രിസ്ക്രൈബ്ഡ് അപ്ലിക്കേഷൻ ലഭിച്ചതിന് ശേഷം ആരാണോ ഒരു ഓതറൈസ്ഡ് ഓഫീസർ, അദ്ദേഹത്തെയാണ് നമ്മളിവിടെ പ്രോപ്പർ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർ ഓഫീസർ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സും അപ്ലിക്കേഷനിൽ പറയുന്ന ഡീറ്റെയിൽസ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ക്ലെയിം റീഫണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യും. ആ ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് ഏതാണോ അതിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The proper officer shall issue the order within 60 days from the date of receipt of application. അപ്ലിക്കേഷൻ ലഭിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസർ എന്നൊക്കെയുള്ളിലായിട്ട് ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം? 60 ദിവസത്തിനുള്ളിലായിട്ട് ഈ സാങ്ഷൻ ഓർഡർ പാസ്സാക്കിയിരിക്കണം.
അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് റീഫണ്ട് ഓഫ് ടാക്സിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ചിട്ട് പറയുന്നത്. 2 ലക്ഷത്തിനേക്കാൾ മേലെ റീഫണ്ട് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഡോക്യുമെൻ്ററി എവിഡൻസും കൂടി സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 2 ലക്ഷത്തിൽ താഴെയാണ് ക്ലെയിം എന്നുണ്ടെങ്കിൽ അതിനൊരു ഡിക്ലറേഷൻ, അതായത് ഡോക്യുമെൻ്ററി എവിഡൻസ് എന്തൊക്കെയാണുള്ളത് ആ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ടാക്സബിൾ പേഴ്സൺ കൊടുത്താൽ മതിയാവും. ഈ അപ്ലിക്കേഷൻ ലഭിച്ചതിന് ശേഷം പ്രോപ്പർ ഓഫീസർ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, അത് സാങ്ഷൻ ചെയ്യുകയും ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും വേണം. The refundable amount shall, instead of crediting to the fund, be paid to the applicant if such amount is related to. നമ്മൾ നേരത്തെ പറഞ്ഞു 60 ദിവസത്തിനുള്ളിൽ പ്രോപ്പർ ഓഫീസർ സാങ്ഷൻ ഓർഡർ പാസ്സാക്കുകയും അതോടൊപ്പം തന്നെ ആ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇങ്ങനെ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരം എന്തും കൂടി ചെയ്യാം, to be paid to the applicant if such amount is related to. ചില എമൗണ്ടുകൾ താഴെ പറയുന്ന സിറ്റുവേഷൻ പറയുന്നുണ്ട്, ആ റിലേഷനിൽ പെട്ടിട്ടുള്ള ഒരു നേച്ചർ ആണെങ്കിൽ അത് അവരെങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതൊരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യില്ല. അതിന് പകരം എന്താണ് ചെയ്യുന്നത്, റീഫണ്ട് ഓഫ് ടാക്സ് പെയ്ഡ് ഓൺ 0 rated സപ്ലൈസ് ഫോർ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഓർ ഇൻ ഇൻപുട്സ് or input service used in making such 0 rated supply for exports. ഒരു എക്സ്പോർട്ടാണ്, അത് 0 rated സപ്ലൈസ് ഫോർ എക്സ്പോർട്ട്സ് ആണ്, അത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ. അതോടൊപ്പം തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻപുട്സോ അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നില്ല. റീഫണ്ട് ഓഫ് അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അൺയൂട്ടിലൈസ്ഡ് ഉണ്ട്, അത് റീഫണ്ടിന് ക്ലെയിം ചെയ്താലും അവരുടെ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യില്ല. Refund of taxes paid on supply which is not provided either wholly or partially and for which invoice has not been issued or where refund voucher has been issued. ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്ത് ഇഷ്യൂ ചെയ്തിട്ടില്ല, ഹാസ് നോട്ട് ബീൻ ഇഷ്യൂഡ്, ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, പക്ഷേ വേറെ റീഫണ്ട് വൗച്ചർ ഹാസ് ബീൻ ഇഷ്യൂഡ്. ഒരു റീഫണ്ട് വൗച്ചർ ഇഷ്യൂ ചെയ്തിട്ടുള്ള മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു റീഫണ്ട് ഓഫ് ടാക്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നില്ല. റീഫണ്ട് ഓഫ് ടാക്സ് ഇൻ പേഴ്സൺസ് ടു സെക്ഷൻ 77. സെക്ഷൻ 77 പറയുന്ന ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റീഫണ്ട് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യില്ല, ഫണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യില്ല. The tax and interest, if any, or any other amount paid by the applicant, if he had not passed on the incidence of such tax and interest to any other person. ഇനി നമ്മൾ റീഫണ്ടിന് അപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് ടാക്സോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ ഓർ എനി അതർ എമൗണ്ട് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട് പെയ്ഡ് ബൈ ദ അപ്ലിക്കൻ്റ് കൊടുത്തിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ അതോടൊപ്പം തന്നെ ഇഫ് ഹി ഹാഡ് നോട്ട് പാസ്ഡ് ഇൻ ദ ഇൻസിഡൻസ് ഓഫ് സച്ച് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ്, അത് വേറൊരു പേഴ്സൺ അത് സാങ്ഷൻ ചെയ്തിട്ടില്ല, പാസ് ചെയ്യാത്ത ഒരു അപ്ലിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നില്ല. The tax or interest borne by such other class of applicants as the government may on the recommendation of the council by notification specify. ഇനി ഒരു ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനോട് കൂടി CGSTയുടെ കൗൺസിലിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് ഒരു പേഴ്സൺ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് ബെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപ്ലിക്കൻസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് അവരുടെ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പ്രോപ്പർ ഓഫീസർ റീഫണ്ട് ഓഫ് ടാക്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓർഡറിൽ സാങ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രെഡിറ്റ് അക്കൗണ്ടിലേക്ക് അവരുടെ ഫണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാത്ത സിറ്റുവേഷൻസാണ് നമ്മൾ ഇവിടെ 6 സിറ്റുവേഷൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് 6 സിറ്റുവേഷൻ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 0 rated സപ്ലൈസ്, എക്സ്പോർട്ട് കാറ്റഗറിയിൽ വരുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, അത് 0 rated സപ്ലൈസ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അൺയൂട്ടിലൈസ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണെങ്കിലും ടാക്സ് പേ ചെയ്തിട്ടുള്ളത് അത് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ പ്രൊവൈഡ് ചെയ്യാതിരിക്കുകയും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല പക്ഷേ റീഫണ്ട് വൗച്ചർ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളതാണെങ്കിലും സെക്ഷൻ 77 പ്രകാരം റീഫണ്ട് ഓഫ് ടാക്സിന് വരുന്ന ഉതകുന്ന തരത്തിലുള്ളതാണ് എന്നുണ്ടെങ്കിലും ടാക്സ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു അപ്ലിക്കൻറ്റിൻ്റെ സ്പെഷ്യൽ
അപ്ലിക്കേഷൻ കൂടെ ഒരു ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നതും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും അത് വേറൊരു പേഴ്സൺ പാസ് ചെയ്യാത്തതാണ് എന്നുണ്ടെങ്കിലും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ടാക്സ് എന്ന് പറയുന്നത് ബെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് അപ്ലിക്കൻ്റ് ആണ്. അതുപോലെ തന്നെ അതിന് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു CGST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ട്, ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ കാറ്റഗറിയിലുള്ളവരുടെയും റീഫണ്ട് ക്ലെയിം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 51 TDSും സെക്ഷൻ 52 TCSും സെക്ഷൻ 54 റീഫണ്ട് ഓഫ് ടാക്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്റ്റുഡൻസിനും അത് വളരെയധികം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ക്ലാസ്സിന് ശേഷം തിയറി നന്നായി വായിച്ച് മനസ്സിലാക്കുകയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുകയും വേണം. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ 13 എന്ന് പറയുന്നത് ലാസ്റ്റ് മോഡ്യൂളിലാണ് കടന്നിട്ടുള്ളത്. ലാസ്റ്റ് ബട്ട് 1 ചാപ്റ്ററാണ് ചാപ്റ്റർ 13 എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ചാപ്റ്ററും കൂടി ഇനി എടുക്കാനുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ ഇന്നത്തെ സെഷനോട് കൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണമെന്ന് ഒരു പ്രാവശ്യം കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.